ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം അധ്യായം 2. യേശുവിന്റെ മാതാപിതാക്കൾ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോകുമായിരുന്നു. യേശുവിന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു. എന്നാൽ ബാലനായ യേശു ജെറൂസലേമിൽ തങ്ങി. മാതാപിതാക്കൾ അതറിഞ്ഞില്ല. അവൻ യാത്രസംഘത്തിന്റെ കൂടെ കാണും എന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചാരകരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായികയാൽ യേശുവിനെ തിരക്കി അവർ ജെറൂസലേം ദേവാലയത്തിലേക്ക് തിരിച്ചുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യക്ഷന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാവരും അവന്റെ ബുദ്ധിശക്തിയിലും മറുപടിയിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്തേ? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തെ ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ യേശുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നു. വിമലം എന്നാൽ നിർമ്മലം എന്നാണ്, കറയില്ലാത്തത് എന്നാണ്. അതെ, സ്വർഗത്തിലെ ദൈവം ഭൂമിയിൽ തൻ്റെ പുത്രനെ പിറക്കുവാൻ തിരഞ്ഞെടുത്ത വ്യക്തി നിർമ്മലതയുള്ള, കറയില്ലാത്ത, പരിശുദ്ധി മാത്രമുള്ള വ്യക്തിയായിരുന്നു. അതാണ് പരിശുദ്ധ മറിയം. ഈ അമ്മ ഭൂമിയിലെ മറ്റെല്ലാ അമ്മമാരെക്കാൾ വ്യത്യസ്തയാകുന്നത് അവൾ ജീവിതത്തിലുടനീളം ആ നിർമ്മലമായ കൃപ കാത്തുസൂക്ഷിച്ചു എന്നതാണ്. ദൈവം അവളെ വിളിക്കുകയും ദൗത്യമേൽപ്പിക്കുകയും ചെയ്തപ്പോൾ ആ ദൗത്യം വിശ്വസ്തയോടുകൂടി ഏറ്റെടുക്കുകയും അത് നിറഞ്ഞ സ്നേഹത്തോട് പൂർത്തീകരിക്കുകയും ചെയ്തു. ദൈവദൂതൻ മറിയത്തോട് പറയുന്നത്, നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്നാണ്. ദൈവം തിരഞ്ഞെടുത്ത് നന്മയാൽ നിറച്ചുകൊണ്ട് ദൈവിക പദ്ധതികൾക്ക് വേണ്ടി അവളെ തിരഞ്ഞെടുത്തു. അവൾ കൂടുതൽ ശ്രദ്ധയോടെ ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റി. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നഷ്ടപ്പെട്ട യേശുവെ കണ്ടെത്തുന്ന മാതാപിതാക്കളുടെ മനോഹരമായ ചിത്രം നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. 12ാമത്തെ വയസ്സിൽ ജെറൂസലേം ദേവാലയത്തിലാണ് അവർക്ക് യേശുവിനെ നഷ്ടമാവുക. 3 ദിവസങ്ങൾക്ക് ശേഷം ദേവാലയത്തിൽ അവർ യേശുവിനെ കണ്ടെത്തുന്നു. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കേണ്ട ഇടം ക്രിസ്തുവാണെന്നും ദേവാലയമാണെന്നും പഠിപ്പിക്കുന്ന പാഠം കൂടിയാണ് സുവിശേഷം. നമ്മുടെ ജീവിതത്തിൽ ചില ഉത്സവപ്പറമ്പുകളിൽ ദൈവത്തിന്റെ സ്നേഹമോ കരുതലോ സംരക്ഷണമോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, വിശ്വാസരാഹിത്യം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ മന്ദത ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം വീണ്ടെടുക്കാൻ ഒരിടമുണ്ട് ഭൂമിയിൽ. അത് ദേവാലയമാണ്. നിന്റെ ദൈവം ദേവാലയത്തിലുണ്ട്. പ്രാർത്ഥിച്ചും പഠിപ്പിച്ചും തർക്കിച്ചുമൊക്കെ നീ ദേവാലയത്തിൽ തിരികെ വരിക. നിന്റെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക്, ഭവനത്തിലേക്ക് ക്രിസ്തുവിനെയും കൂട്ടി പോവുക. അവൻ നിനക്ക് വിധേയനായി നിന്റെ ഭവനത്തിൽ, നിന്റെ ഹൃദയത്തിൽ ജീവിക്കും. 3 ദിവസത്തിന് ശേഷമുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് ബൈബിളിൽ ഒത്തിരി സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ 3-ാമത്തെ ദിവസമാണ് ഇസഹാക്കിനെ ബലി കഴിക്കുവാനുള്ള സ്ഥലം ഈ അബ്രഹാം കാണുന്നത്. അത് ഒരു രക്ഷയുടെ അനുഭവമായിട്ടാണ് ബൈബിളിൽ വിവരിക്കുന്നത്. 3-ാം ദിനം
ഗലീലിലെ കാനായിൽ ഒരു വിരുന്ന് ഉണ്ടായിരുന്നു എന്നാണ് യേശുവിൻ്റെ ആദ്യ അടയാളത്തിൻ്റെ അനുഭവമായി പറയുക. 3-ാമത്തെ ദിവസം വിശുദ്ധ ബൈബിളിൽ ഏറെ പ്രത്യേകതയുണ്ട്. അത് വീണ്ടെടുപ്പിൻ്റെ ദിനമാണ്, രക്ഷയുടെ ദിനമാണ്, ഉത്ഥാനത്തിൻ്റെ ദിനമാണ്. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കുവാൻ നമുക്ക് ഒരു 3-ാം ദിനം ആവശ്യമാണ്. ജീവിതത്തിൽ ക്രിസ്തുവിനെ വീണ്ടെടുക്കാനും അപ്രകാരം നമുക്ക് സാധ്യമാകണം. ജീവിതത്തിൽ എന്തു തന്നെ കൈമോശം വന്നാലും അവയെല്ലാം വീണ്ടെടുത്ത് തരാൻ നമ്മെ സ്നേഹിക്കുന്ന കരുതലുള്ള ഒരമ്മയുണ്ടെങ്കിൽ ഈ വീണ്ടെടുപ്പ് എളുപ്പമാകും. തിരുസഭ പരിശുദ്ധ അമ്മയെ ആദരിക്കുന്നത്, സ്നേഹിക്കുന്നത്, മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് ഈ ഒരു കൃപയുടെ നന്മ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അമ്മയുടെ സാന്നിധ്യം മക്കൾക്ക് ഏറെ അനുഗ്രഹദായകമാണ്. അമ്മ കൂടെയുള്ളപ്പോൾ മക്കൾ ധൈര്യശാലികളാണ്. അമ്മയുടെ സംരക്ഷണം നമുക്ക് ബലമാണ്. സത്യത്തിൽ വിശ്വാസ ജീവിതയാത്രയിൽ നമ്മൾ പതറിപ്പോകുന്ന, ഇടർച്ച സംഭവിച്ചു പോകുന്ന, വീണു പോകുന്ന ഒരുപിടി സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്കായി ബലപ്പെടുത്തുന്ന ഒരമ്മ, പ്രാർത്ഥിക്കുന്ന അമ്മ, വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുന്ന അമ്മ, ആത്മീയവും ഭൗതികമായ അനുഗ്രഹങ്ങൾ വാങ്ങി നൽകി നമ്മെ വീണ്ടും രക്ഷയുടെ കൃപയിലേക്ക് വഴി നടത്തുന്ന ഒരമ്മ, അതാണ് പരിശുദ്ധ മറിയം. മറിയത്തിന് നമ്മോടുള്ള സ്നേഹം ക്രിസ്തുവിന് അമ്മയോടുള്ള സ്നേഹമാണ്. ഈ അമ്മയെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ ക്രിസ്തു നമ്മളിൽ കൂടുതൽ ആഴമായ സ്നേഹത്തിന്റെ ബലവും കൃപയും ഉളവെടുക്കുകയാണ്. കാരണമുണ്ട്, ഈ അമ്മയെ നമ്മെ ഏൽപ്പിച്ചത് ക്രിസ്തു തന്നെയാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മനസ്സ് നമ്മൾ സ്വന്തമാക്കണം. എല്ലാം ഹൃദയത്തിൽ സൂക്ഷിക്കുവാനുള്ള മനസ്സാണ് അമ്മയുടേത്. നമ്മൾ ഈ ഭൂമിയിൽ പറയുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം ഗ്രഹിച്ചു എന്ന് വരില്ല. എന്നാൽ അവ ഹൃദയത്തിൽ സൂക്ഷിച്ച് ധ്യാനിക്കുവാനുള്ള ഒരു കൃപ പരിശുദ്ധ അമ്മയിൽ നിന്ന് നാം നേടിയെടുക്കേണ്ടതുണ്ട്. കുടുംബത്തിൽ മാതാപിതാക്കൾ, മക്കൾ പരസ്പര സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ എന്തെങ്കിലും അസാരസ്യമോ സംശയമോ പ്രതിസന്ധി ഉണ്ടായാൽ അത് നമ്മൾ സമൂഹമധ്യേ പുലമ്പി നടക്കേണ്ടതല്ല. മറിച്ച് പരിശുദ്ധ അമ്മയെ പോലെ അവ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തെ കൂടുതൽ പരിഭാവനമാക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും പ്രാർത്ഥനയും നമുക്ക് സഹായമാവുക തന്നെ ചെയ്യും. തിരുസഭയ്ക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ അതിന്റെ പൂർണ്ണതയിൽ അനുഭവിച്ച വ്യക്തിയായി നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. അമ്മയ്ക്കരികിൽ നാം പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ നമുക്കും പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത നമുക്ക് ലഭിക്കും. അങ്ങനെ നമുക്കും അമ്മയെപ്പോലെ നിർമ്മല മാനസരായി വിശുദ്ധിയിൽ, ജീവിത വിശുദ്ധിയുടെ പൂർണ്ണതയിൽ, പരിശുദ്ധിയിൽ നിലനിൽക്കാൻ സാധ്യമാകും. പരിശുദ്ധ അമ്മ വിമല ഹൃദയ ആയിരിക്കുന്നത് പോലെ നമുക്കും നമ്മുടെ ഹൃദയങ്ങൾ നിർമ്മല മാനസത്തോടെ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ട ആത്മീയ കൃപയ്ക്കായി ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ